Hello all my beautiful souls, welcome back to my channel. Welcome back to my Pups channel. ഇത് നമ്മളുടെ ചാനൽ തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 day ടാരോട്ട് ചാലഞ്ച്. ടാരോട്ട് റീഡിങ്ങിലൂടെ നിങ്ങളുടെ ലൈഫ് 21 വരുന്ന 21 ദിവസം നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാം, അതാണ് ഞാൻ എന്റെ ടാരോട്ട് റീഡിങ്ങിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വരുന്ന 21 days. ഓരോ ദിവസത്തിനനുസരിച്ചിട്ടുള്ള മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുക. എവിടേക്കാണോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണോ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ മാറ്റം വരുത്താൻ എന്റെ ടാരോട്ട് റീഡിങ്ങിലൂടെ സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ വർക്ക് ചെയ്യാം. 2024 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വൈസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന സമയത്തും അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾ അത് റിലേറ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അറേഞ്ച് ചെയ്യുക, റീപ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് നിങ്ങൾ കളക്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ സ്വയം ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കറന്റ് എനർജിയാണ്, നിങ്ങളുടെ എനർജി എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ റൈറ്റ് ആയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ പറ്റി നിങ്ങൾ കൂടുതൽ ഇന്നത്തെ ദിവസം മനസ്സിലാക്കേണ്ടത്. കാരണം ഇതാണ് ബേസ് എന്ന് പറയുന്നത്, അല്ലെ? സോ നമ്മൾ ചില മാറ്റങ്ങൾ ലൈഫിലേക്ക് വരുത്താൻ പോകുന്ന സമയത്ത് ആദ്യം നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു ബോധം ഉണ്ടായിരിക്കണം, അല്ലെ? സോ ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് അഗെയിൻ കളക്റ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഇത് ആദ്യത്തെ ദിവസമാണ്. സോ എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഓർ എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഓർ റീഡിങ് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി ചില മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡയറക്ട്ലി പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് ചില മെസ്സേജ് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതും നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. അതും നിങ്ങൾ റൈറ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് എനർജി ആൻഡ് എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ എനർജറ്റിക്കലി ഫോക്കസ് ചെയ്യേണ്ടത്? ഐ കൻ സീ ദാറ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി പുതിയ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാജിഷ്യൻ പവർ കൂടുതൽ കണക്ട് ചെയ്യാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വളരെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫെമിനൻ എനർജിനാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, ലൈക്ക് എ കാറ്റ്. ഓക്കെ, സോ വളരെ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടെ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട്. ഒരു പൂച്ചയെ പോലെ പൂച്ച ഒരുപാട് സെൽഫ് കെയർ ചെയ്യും, അല്ലെ? അത് മറ്റുള്ള ആളുകൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാത്തൊരു പെറ്റാണ്, അല്ലെ? സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് നിങ്ങളും അതുപോലെ ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുത്തുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ പ്രിപ്പയർഡ് ആണ് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി വരുന്ന സമയത്ത് എല്ലാ രീതിയിലും നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എക്സാക്ട്ലി. ഓക്കെ, ഇത് ഞാൻ മനഃപൂർവ്വം എടുക്കുന്ന കാർഡല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു കാർഡാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആവുന്നത് എന്നുള്ളത്. സോ നിങ്ങൾ ഓരോ ദിവസവും കൗണ്ട് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസം വർക്ക് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് വരുന്നുണ്ട്. ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ എഴുതി വെക്കുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജേർണൽസ് നോക്കുന്നുണ്ടായിരിക്കാം. കാരണം ഓൾറെഡി നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓർ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. എക്സാക്ട്ലി നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ബുക്സ് കൂടുതൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഓക്കെ, ആൻഡ് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ബ്യൂട്ടി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സെൽഫ് കെയർ. ഓക്കെ, സോ ബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സെൽഫ് കെയർ, നിങ്ങളുടെ ലെഗ്സ്, നിങ്ങളുടെ പാദങ്ങള്, നിങ്ങളുടെ കൈകള്, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ശരീരം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ മുടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുക, ആൻഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ആസ്വദിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും, ഓരോ ഫീച്ചേഴ്സും, ഓരോ അവയവങ്ങളും നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. ആ ഒരു കാര്യത്തിന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻസും കൂടെ കാണുന്നുണ്ട്. സോ എസ്പെഷ്യലി നിങ്ങളുടെ ഹെൽത്തും ബ്യൂട്ടി, നിങ്ങളുടെ ഫിസിക്കാലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ കൂടുതൽ ചില ആളുകളുടെ എനർജിയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ചില ആളുകൾ ഓൾറെഡി അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓൾറെഡി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ എനർജി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളാണോ പെണ്ണോ ആരാണെന്നുണ്ടെങ്കിലും.
ഓക്കെ. സോ നിങ്ങൾ ചില കാര്യങ്ങൾ ഓൾറെഡി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. സോ എത്ര ആളുകൾ നിങ്ങൾ പറയും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി 1-2 ദിവസമായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എന്താണോ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എക്സാക്ട്ലി നിങ്ങൾക്ക് അതിന് ഡെഫിനറ്റ്ലി ഒരു റിട്ടേൺസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അതിനൊരു പ്രതിഫലം ഉണ്ടാവുന്നുണ്ട്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ചില ആളുകൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫൈനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാഷിന് വേണ്ടി, ജോബിന് വേണ്ടി ഓർ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുക അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ജോബൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം കമ്പനി എഴുതി വെക്കുക. ആൻഡ് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടു തുടങ്ങാം. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ് കൂടുതൽ ചെയ്യേണ്ടത്. ആൻഡ് എസ്പെഷ്യലി നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുക. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫിസിക്കാലിറ്റി, നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ചേഞ്ച് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ചില ആളുകൾക്ക് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, ആളുകളിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വയസ്സായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം, ഹെയർ സ്റ്റൈൽ ആയിരിക്കാം, ഓക്കെ, ഓർ എന്തെങ്കിലും അതിലൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ മേലെ തന്നെ പുതിയ വസ്ത്രധാരണത്തിലേക്ക് വരിക. കാരണം ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വസ്ത്രധാരണ. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ചിലത് ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ ഇതുവരെ ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ അതൊന്നും ധരിക്കാത്തത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടായിരിക്കണം, നിങ്ങൾക്കത് ശീലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കംഫർട്ട് ആയിരിക്കില്ല, ഓർ നിങ്ങൾ മറ്റുള്ള ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങൾ പലതും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി ചില കാര്യത്തിലൊന്നും ബോധരല്ല മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കുന്നു. നിങ്ങൾ ഡിസ്ട്രാക്ട് ആക്കുന്ന കാര്യങ്ങൾ പൊതുവെ കുറവാണ്. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ പൊതുവെ കുറവായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. നല്ല കാര്യമാണ് അത്, കാരണം നിങ്ങളിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എക്സാക്ട്ലി നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കാത്തിരുന്നത് നിർത്തുന്നുണ്ട്, അവസാനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾ ചിലതിലേക്കൊക്കെ ഇറങ്ങി വരുന്നതായിരിക്കാം, ചില മാറ്റങ്ങൾ, ചില പുതിയ കാര്യത്തിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ കുറെ കാലമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളത്, ഒന്നെങ്കിൽ അത് ഡിഫറെന്റ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ എടുക്കുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം ഇത്ര കാലം, പക്ഷേ ഇനി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം വേറെ എന്തെങ്കിലും ഡിഫറെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ തോട്ട്സ് ഒക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഒരു മാറ്റം വരുത്തുന്നതായിരിക്കാം, വിശ്വാസങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കാം, ഓർ ജോബൊക്കെ നോക്കാൻ തുടങ്ങുന്നതായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങളുടെ ആക്ഷൻസ് അതിൽ കുറവായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നഷ്ടങ്ങളെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫുർഗീവ് ചെയ്യാം, അല്ലെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയാം. കാരണം നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്കറിയാം, നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങണം എന്നുള്ള വലിയൊരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്, ചില മാറ്റങ്ങൾ വേണം എന്നുള്ള ഒരു ക്രേവ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്, അല്ലെ? സോ അതിലേക്ക് വരാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റൈറ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യു ഗൈസ് ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ക്രേവ്, ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ക്ലെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങളൊന്ന് മാറ്റി നിർത്തുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, എല്ലാ ആളുകളിൽ നിന്നും ഒന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന ചില മാറ്റങ്ങള് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ, നിങ്ങളുടെ ചിന്താഗതിയിൽ തന്നെ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു മാറ്റം ചില ആളുകൾ ഇപ്പം നമ്മള് ഈ ഒരു ടാരോ കാർഡിലൂടെ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാം. ഓക്കെ, എല്ലാവരും വന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ മാറ്റത്തിലേക്ക് വന്നേക്കാം എന്ന് വിചാരിക്കുന്നതല്ല. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഡിവൈൻ ടൈമാണ്. ഓക്കെ, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. ആൻഡ് അതുകൊണ്ടാണ് എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ കണക്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
ഇത് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമാണ്. നിങ്ങൾ ഇതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മാറ്റം കൊള്ളേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് മേ ബി ഈ ഒരൊറ്റ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മുന്നോട്ട് വരുന്ന വീഡിയോസ് കാണണം എന്ന് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. അങ്ങനത്തെ തീരുമാനങ്ങളിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് വീണ്ടും ചില കാര്യത്തിൽ നിങ്ങൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഓൾ ഓവർ നിങ്ങളുടെ ഒരു എനർജി നോക്കുന്ന സമയത്ത് റൈറ്റ് ആയിട്ട് നിങ്ങൾ അലൈൻഡ് ആയിട്ടുണ്ട്. ചില ആളുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ എം സോ ഹാപ്പി. എനിക്ക് നിങ്ങളുടെ ചില ആളുകളുടെ വീട്ടിലൊക്കെ വന്ന് നോക്കാൻ തോന്നുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങളുടെ റൂമൊക്കെ നിങ്ങളുടെ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എസ്പെഷ്യലി ഒരു ടേബിൾ ഒക്കെ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില ആളുകൾ എന്തെങ്കിലും ഫിഷ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തെങ്കിലും കളർ ഫിഷ് നിങ്ങളുടെ റൂമിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ഓർ എന്തെങ്കിലും പ്ലാന്റ് നിങ്ങളുടെ റൂമിൽ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ റൂം അറേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓർ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ പെന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. പുതിയ ബുക്സ്, ജേർണൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. സ്പെഷ്യലി പ്ലാന്റ് ഓർ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഓർ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ ഇന്നോ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈലിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിലൊക്കെ നിങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹെയർ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതുപോലെ ഓൾറെഡി ചേഞ്ച് വരുത്തിയിട്ടുള്ള ആളുകൾ എനിക്ക് ക്ലിയർ ആയിട്ട് എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പറയൂ, നിങ്ങൾ ആരൊക്കെയാണ് അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത്, ആരൊക്കെയാണ് നിങ്ങളൊരു സോളിറ്റ്യൂഡ് മൂഡ് എൻജോയ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം ചില ആളുകൾ വളരെ സന്തോഷമായിട്ട് ഒറ്റയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട്. ചില കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് നാച്ചുറലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യു ഗൈസ് ആർ ഓൺ ദ റൈറ്റ് പാത്ത്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലാണ്. ഡിവൈൻ ടൈമാണ് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഹെൽപ്പ് യുവർ സെൽഫ്. ചില ആളുകൾ ഫെയിം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു 21 ഡേയ്സ് നിങ്ങളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു സമൃദ്ധിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെയിമിലേക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അങ്ങനത്തെ മാറ്റങ്ങളുടെ ഒരു തുടക്കമായിട്ട് കാണുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താന്നുള്ളത് റിയലൈസ് ചെയ്തു, അത് നല്ലൊരു മാറ്റമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് വിഷമം ഉണ്ടെങ്കിൽ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും കേട്ട് ഒരുപാട് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, ചില കാര്യങ്ങൾ പെട്ടെന്ന് കേട്ടത് പറഞ്ഞത് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചു, അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. കാരണം അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് അറിയേണ്ട കാര്യമായിരിക്കാം. ഇപ്പൊ കേട്ട സമയത്ത് നിങ്ങൾക്കൊരു വിഷമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എല്ലാം ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഒരേ പാതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ് ആയിട്ടുള്ള പാതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സോ റൈറ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും നാളത്തേക്ക് വേണ്ടി, അടുത്ത റീഡിംഗിൽ വരുന്നത് വരെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. വീഡിയോ നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ പറയൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.